ഡിയർ ഫ്രണ്ട്സ്, ലൈഫ് ലോങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് ബേസിക് സയൻസിലെ മലയാളം മീഡിയത്തിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടെക്സ്റ്റ് ബുക്ക് മാറിയതുകൊണ്ട് തന്നെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഉപകാരപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പ്രവർത്തനം 1 വരുന്നത് പ്രവർത്തനം 3 ക്വസ്റ്റ്യനാണ് ഒന്നിലുണ്ടാവുക. ഒന്ന്, ആഹാര ശൃംഖലാജാലം എന്തെന്ന് വിശദീകരിക്കും. അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്ലവകങ്ങൾ, സ്രാവ്, മത്തി, കണവ, കടലാമ എന്നിവയെ ഉൾപ്പെടുത്തി ഒരു ലഘു ഭക്ഷ്യ ശൃംഖലാജാലം തയ്യാറാക്കുക. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആഹാര ശൃംഖലാജാലം എന്തെന്ന് വിശദീകരിക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ആൻസർ, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, പ്ലവകങ്ങൾ, സ്രാവ്, മത്തി, കണവ, കടലാമ എന്നിവയെ ഉൾപ്പെടുത്തി ഒരു ലഘു ഭക്ഷ്യ ശൃംഖലാജാലം തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആൻസറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ആഹാര ശൃംഖലകളുടെ ആദ്യ കണ്ണി എപ്പോഴും ഏതിനും ജീവികളാകും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഹരിത സസ്യങ്ങളാണ്. ഇതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യന് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു സസ്യത്തിൻ്റെ പിക്ചറാണ്. അത് നന്നായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇലകളുടെ ഈ രീതിയിലുള്ള ക്രമീകരണത്തിന് പറയുന്ന പേരെന്ത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ സർപ്പിള വിന്യാസം എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതും എതിർ വിന്യാസവും തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും എന്തൊക്കെയെന്ന് കണ്ടെത്തണം. അപ്പോൾ ഒരു പർവ്വത്തിൽ 2ൽ കൂടുതൽ ഇലകൾ ക്രമീകരിക്കുന്ന രീതിയാണ് സർപ്പിള വിന്യാസം. അതുപോലെ തന്നെ ഒരു പർവ്വത്തിന്റെ ഇരുവശത്തുമായി 2 ഇലകൾ ക്രമീകരിക്കുന്ന രീതിയാണ് എതിർവിന്യാസം. അതിലെ തേർഡ് ക്വസ്റ്റ്യന്, എന്തിനാണ് സസ്യങ്ങളിൽ ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പ്രകാശ സംശ്ലേഷണം നടത്താനായിട്ട് വേണ്ടിയിട്ടാണ്, അതിൽ സൂര്യപ്രകാശം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സസ്യങ്ങളിൽ ഈ രീതിയിൽ ഇലകൾ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി തേർഡ് ആക്ടിവിറ്റി വന്നിട്ടുള്ളത്, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒരു ചിത്രമാണ് ഇത്. എന്തിന്റെ ചിത്രീകരണമാണെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ പ്രക്രിയക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം, ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം. ആ ചിത്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ പ്രക്രിയ കൊണ്ട് സസ്യങ്ങൾക്ക് മാത്രമാണോ പ്രയോജനം, വിശദീകരിക്കാനും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആൻസറായിട്ട് ഒന്നാമത്തേതിൻ്റെ പ്രകാശ സംശ്ലേഷണമാണ്. രണ്ടാമത്തേന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം, ഹരിതകം എന്നിവയാണ്. ഉൽപ്പന്നങ്ങൾ ഓക്സിജൻ, ഓക്സിജൻ എന്നിവയാണ്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ സസ്യങ്ങൾക്ക് മാത്രമാണോ പ്രയോജനം എന്നുള്ളതാണ്. അല്ല, ജന്തുക്കൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജനും അതുപോലെ തന്നെ കഴിക്കാൻ ആവശ്യമായ ആഹാരവും ഇതുവഴി ലഭിക്കുന്നുണ്ട്. ഇതാണ് ആക്ടിവിറ്റി 3യുടെ 3 ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 4 ചില രോഗങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നതാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 1, 2 സ്ഥാനങ്ങൾ അടയാളപ്പെടുത്താനുണ്ട്, അവയെ തരംതിരിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഈ തരംതിരിച്ചതിൻ്റെ മാനദണ്ഡങ്ങൾ എഴുതാനാണ്. അപ്പോൾ അത് 1 പകരുന്ന രോഗങ്ങളും 2 പകരാത്ത രോഗങ്ങളുമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തരംതിരിച്ചതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ട്, മഞ്ഞപ്പിത്തം പകരുന്ന രോഗവും വിളർച്ച പകരാത്ത രോഗവുമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യന് 2 കൂട്ടങ്ങളിലേക്കും 2 വിധ ഉദാഹരണങ്ങൾ കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പകരാത്ത രോഗം കിഡ്നി സ്റ്റോണ്, അതുപോലെ ഫാറ്റി ലിവർ, പകരുന്ന രോഗങ്ങളായിക്കൊണ്ട് എയ്ഡ്സ്, കോളറ എന്നീ ഉദാഹരണങ്ങളും കൂടി നമുക്ക് ഈ ഒരു പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കാം. ദെൻ ഫിഫ്ത്ത് ആക്ടിവിറ്റി, രോഗങ്ങൾ പകരുന്നതുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വിവിധ രോഗങ്ങളും അത് പകരുന്ന രീതിയും തന്നിട്ടുണ്ട്. എന്നാൽ ചില ഭാഗങ്ങൾ അതിൽ വിട്ടുപോയിട്ടുണ്ട്. അവിടെ മണ്ണിലൂടെ പകരുന്ന രോഗം വിരശല്യം, ടെറ്റനസ് എന്നുള്ളത് കൊടുക്കാം. അതുപോലെ ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം എന്നുള്ളത് ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങളാണ്. കൊതുക് വഴി പകരുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ എന്നുള്ളത്. അതുപോലെ തന്നെ കുഷ്ഠം, ചെങ്കണ്ണ് എന്നത് മനുഷ്യന് വഴി അഥവാ സമ്പർക്കം വഴി പകരുന്ന രോഗങ്ങളാണ്. ഇതാണ് അതിലെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. മണ്ണിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ എടുക്കേണ്ട ഏതെങ്കിലും 2 മുൻകരുതലുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്.
അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ഉപയോഗിക്കുക, അതുപോലെ ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ നോക്കുക തുടങ്ങിയവയാണ് മണ്ണിലൂടെയും ജലത്തിലൂടെയും പകർന്ന രോഗങ്ങൾ തടയാൻ എടുക്കേണ്ട 2 മുൻകരുതലുകൾ. ഇനി ആക്ടിവിറ്റി 6 നോക്കാം. എന്താണ് ആർജിത പ്രതിരോധ ശേഷി എന്നുള്ളതാണ്. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യന് പ്രതിരോധ കുത്തിവയ്പ്പുകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ് ആർജിത പ്രതിരോധ ശേഷി എന്നുള്ളതിനെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷിയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. പിന്നെ കുത്തിവയ്പ്പുകളുമായി ബന്ധപ്പെട്ടുള്ള താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് BCG OPV, അതിൻ്റെ മുഴുവൻ പേര് രോഗം എന്നുള്ളതാണ്. ആക്ടിവിറ്റി 7 താഴെ കൊടുത്ത പട്ടിക അപഗ്രഥിച്ചിട്ട് എത്തിച്ചേരാവുന്ന 3 നിഗമനങ്ങളാണ്. അതിൽ ലീനം, ലായകം, പഞ്ചസാര, ഉപ്പ്, തുരിശ്, ശർക്കര, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ചക്കപ്പശ, പെയിന്റ്, അത് വെള്ളത്തിൽ ലയിക്കുന്നതും ലയിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരു പട്ടികയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ A ക്വസ്റ്റ്യൻ പറഞ്ഞു, B എന്നുള്ള ലീനം, ലായകം, ലായനി എന്നിവ എന്തെന്ന് ഉദാഹരണ സഹിതം വിശദീകരിക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ താഴെ കൊടുത്ത പട്ടിക അപഗ്രഥിച്ചിട്ട് എത്തിച്ചേരാവുന്ന 3 നിഗമനങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ദ്രാവകങ്ങളിൽ കൂടുതൽ ലായകശേഷി ജലത്തിനാണ്, അത് ഒരു നിഗമനം. രണ്ടാമത്തേത് വെള്ളത്തിൽ ലയിക്കുന്ന ചില വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊന്ന് വെള്ളത്തിൽ ലയിക്കാത്ത ചില വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നു എന്നുള്ളത് 3 നിഗമനങ്ങളാണ് ആ ഒരു പട്ടികയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുക. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ലീനം, ലായകം, ലായനി എന്നിവ എന്തെന്ന് ഉദാഹരണ സഹിതം വിശദീകരിക്കാനാണ്. അതിന് ആൻസർ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നുമാണ് നമ്മൾ പറയാം. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുടെ ഡിസ്കഷൻ ഒരു ചെറിയ വീഡിയോ ആണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ഒരു ഡിസ്കഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റ് സബ്ജക്റ്റുകളുടേതും അതുപോലെ BSന്റെ ഒക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.